Hello everyone, welcome to Kodian. ജാവാസ്ക്രിപ്റ്റ് അറേ മെത്തേഡ് സീരീസിലെ പാർട്ട് 3 വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ ജാവാസ്ക്രിപ്റ്റ് അറേ മെത്തേഡ്സ് ആയ ഡോട്ട് ഫൈൻഡ് ഇൻഡെക്സ്, ഡോട്ട് ഫൈൻഡ് ലാസ്റ്റ് ഇൻഡെക്സ് എന്നിവയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ അറേ ഡോട്ട് പ്രോട്ടോടൈപ്പ് ഡോട്ട് ഫൈൻഡ് മെത്തേഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. The find method of array instances returns the first element in the provided array that satisfies the provided testing function. If no value satisfies the testing function, undefined is returned. ഇവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ അറേയിലെ ഒരു പർട്ടിക്കുലർ എലിമെൻറ്റിനെ നമുക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഡോട്ട് ഫൈൻഡ് മെത്തേഡിൻ്റെ ഉള്ളിലോട്ട് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യണം. ആ കോൾ ബാക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന കണ്ടീഷനെ ബേസ് ചെയ്ത് ആ അറേയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ട എലിമെൻറ്റിനെ റിട്ടേൺ ചെയ്യും. ഇൻ കേസ് ഒറ്റ എലിമെൻറ്റും കണ്ടീഷൻ പാസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അൺഡിഫൈൻഡ് റിട്ടേൺ ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കണ്ടീഷൻ പാസ്സാവുന്ന ഫസ്റ്റ് എലിമെൻറ്റിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. നമുക്കിനി എക്സാമ്പിൾ നോക്കാം. നമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഒരു അറേ ഡിഫൈൻ ചെയ്യാണ്. 5, 12, 8, 130, 44 വാല്യൂസ് അതിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ നമ്പേഴ്സ് അറേയിലെ 100 മേലെ വരുന്ന വാല്യൂവിനെ നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് ഓവർ 100 എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാണ്. ദെൻ ഫസ്റ്റ് ഓവർ 100 ഈക്വൽ ടു നമ്പേഴ്സ് ഡോട്ട് ഫൈൻഡ്, ആ അറേയിലെ ഡോട്ട് ഫൈൻഡ് വിളിക്കുകയാണ്. ഡോട്ട് ഫൈൻഡിനുള്ളിലോട്ട് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യാണ്. ഈ ഫംഗ്ഷൻ ഒരു ആരോ ഫംഗ്ഷനാണ്. നം എന്ന് പറഞ്ഞ വേരിയബിൾ പാസ്സാക്കാണ്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ 100 മേലെയുള്ള നമ്പർ, ആ നമ്പറിനെ ഈ അറേയുടെ ഉള്ളിൽ നിന്ന് റിട്ടേൺ ചെയ്യാം. ഡോട്ട് ഫൈൻഡ് മെത്തേഡ് ഈ അറേയിലെ എല്ലാ എലിമെൻറ്റിനെയും ഐട്രേറ്റ് ചെയ്യും. ഐട്രേറ്റ് ചെയ്യുക പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് 5 പാസ് ചെയ്യും, ദെൻ 12 പാസ് ചെയ്യും, ദെൻ 8 പാസ് ചെയ്യും, 130 പാസ് ചെയ്യും, 44 പാസ് ചെയ്യും. ഈ വാല്യൂ ആണ് നം എന്ന് പറഞ്ഞ വേരിയബിളിൽ വരുന്നത്. ആ വാല്യൂ 100 കൂടുതലാണോ അതാണ് ചെക്ക് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ പാസ്സാവുന്ന നമ്പേഴ്സ് അറേയിലെ ഫസ്റ്റ് എലിമെൻറ്റിനെ റിട്ടേൺ ചെയ്യും. ഈ വാല്യൂ ഇവിടെ ഫസ്റ്റ് ഓവർ 100 വേരിയബിളിലോട്ടാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. കൺസോൾ ഡോട്ട് ലോഗ് ഫസ്റ്റ് ഓവർ 100 ചെയ്ത് നോക്കിയാൽ 130 പ്രിന്റ് ചെയ്ത് വരുന്നത് കാണാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഡോട്ട് ഫൈൻഡ് കണ്ടീഷൻ പാസ്സാവുന്ന ഫസ്റ്റ് എലിമെൻറ്റിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. നമ്പേഴ്സ് അറേയിലെ ഈവൻ നമ്പർ അത് റിട്ടേൺ ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് ഈവൻ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കണം. ദെൻ നമ്പേഴ്സ് ഡോട്ട് ഫൈൻഡ് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യാണ്. നം പാരാമീറ്ററായിട്ട് പാസ് ചെയ്ത് നം മോഡുലസ് ഓഫ് 2 ഈക്വൽ ടു 0. അതായത് ഈവൻ നമ്പർ ആണെങ്കിൽ ഒരു നമ്പറിനെ 2 കൊണ്ട് മോഡുലസ് ചെയ്താൽ റിമൈൻഡർ 0 ആയിട്ട് വരുന്നതാണെങ്കിൽ അത് ഈവൻ നമ്പറാണ്. ഡോട്ട് ഫൈൻഡ് മെത്തേഡ് അറേയിലെ എല്ലാ എലമെൻറ്റ്സിലൂടെയും ഐട്രേറ്റ് ചെയ്യും. ഫസ്റ്റ് 5 ആണ്, 5 മോഡ് 2 0 ആണെന്ന് ചെക്ക് ചെയ്യും. അല്ല, സെക്കൻഡ് എലമെൻറ്റ് 12 മോഡ് 2 ഈക്വൽ ടു 0 ആണോ, ഈവൻ നമ്പർ ആണോ? യെസ്, ഈവൻ നമ്പർ ആണ്. ഡോട്ട് ഫൈൻഡ് ഫംഗ്ഷൻ 12നെ റിട്ടേൺ ചെയ്യും. 8, 130, 44 ഇതെല്ലാം ഈവൻ നമ്പേഴ്സാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡോട്ട് ഫൈൻഡ് മെത്തേഡ് കണ്ടീഷൻ പാസ്സാവുന്ന ഫസ്റ്റ് എലമെൻറ്റിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഫസ്റ്റ് ഈവൻ വേരിയബിൾ ലോഗ് ചെയ്ത് നോക്കിയാൽ 12 വരുന്നത് കാണാം. നമ്പേഴ്സ് അറേയിലെ ഒറ്റ എലമെൻറ്റും കോൾ ബാക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിലെ കണ്ടീഷൻ പാസ് ചെയ്യുന്നില്ല എങ്കിൽ അൺഡിഫൈൻഡ് ആണ് റിട്ടേൺ ചെയ്യുക. അതൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് മെത്തേഡ് ഡോട്ട് ഫൈൻഡ് ഇൻഡെക്സ് മെത്തേഡാണ്. The find index method of array instance returns the index of the first element in the array that satisfies the provided testing function. If no element satisfies the testing function, -1 is returned. ഒരു അറേയിലെ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡോട്ട് ഫൈൻഡ് ഇൻഡെക്സ്. എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ -1 റിട്ടേൺ ചെയ്യും. കോഡ് നോക്കാം. ഡോട്ട് ഫൈൻഡ് ഇൻഡെക്സ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഉണ്ടാക്കുകയാണ്. അതിൽ ആപ്പിൾ, ബനാന, ചെറി, ഡേറ്റ്, സ്ട്രോബെറി പാസിങ് ചെയ്യാണ്. ഈ അറേന്ന് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ ഇൻഡെക്സ് എന്താണോ അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഇൻഡെക്സ് ഓഫ് ലോങ് ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്ത് അതിലോട്ട് ഫ്രൂട്ട്സ് ഡോട്ട് ഫൈൻഡ് ഇൻഡെക്സ് മെത്തേഡ് അസൈൻ ചെയ്യാണ്.
ഡോട്ട് ഫൈൻഡ് ഇൻഡെക്സ് മെത്തേഡിൻ്റെ ഉള്ളിലോട്ട് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യാണ്. കോൾ ബാക്ക് ഫംഗ്ഷനിൽ ഫ്രൂട്ട് ഒരു പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യാണ്. ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആയി ഫ്രൂട്ട്സ് ഡോട്ട് ലെങ്ത് ഗ്രേറ്റർ ദാൻ 6 എഴുതുവാണ്. ഫ്രൂട്ട്സ് അറേയിലെ എലമെൻസിൽ ലെങ്ത് 6-നേറ്റും ഗ്രേറ്റർ ആയിട്ടുള്ള എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഫ്രൂട്ട്സ് അറേ നോക്കുകയാണെങ്കിൽ സ്ട്രോബെറി എന്ന എലമെൻറ്റിന് അതിൻ്റെ ക്യാരക്ടർ ലെങ്ത് 6-നേക്കാൾ കൂടുതലാണ്. സോ സ്ട്രോബെറിയുടെ ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്യുക. നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റ് അറേസ് 0 ഇൻഡെക്സ്ഡ് ആണ്. അതായത് ആപ്പിൾ എന്ന് പറയുന്നത് 0 ഇൻഡെക്സിലാണ് നിൽക്കുന്നത്. സ്ട്രോബെറി എന്ന് പറയുമ്പോൾ 4th ഇൻഡെക്സിലാണ് നിൽക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ഡോട്ട് ഫൈൻഡ് ഇൻഡെക്സ് മെത്തേഡ് എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ -1 റിട്ടേൺ ചെയ്യുമെന്ന്. കോഡ് നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഓഫ് ഗ്രേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ടാക്കണം. ദെൻ അതിലോട്ട് ഫ്രൂട്ട്സ് ഡോട്ട് ഫൈൻഡ് ഇൻഡെക്സ് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യണം. സോ നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്ന വേർഡ് ഗ്രേപ്പ് എന്നാണ്. ഫ്രൂട്ട്സ് അറേ നോക്കുകയാണെങ്കിൽ ഗ്രേപ്പ് എന്ന് പറഞ്ഞ എലമെൻറ്റ് ഫ്രൂട്ട്സ് അറേയിൽ ഇല്ല. സോ ഡോട്ട് ഫൈൻഡ് ഇൻഡെക്സ് മെത്തേഡ് -1 റിട്ടേൺ ചെയ്യും. ലോഗ് ചെയ്ത് നോക്കിയാൽ ഈ റിസൾട്ട് കാണാം. നെക്സ്റ്റ് മെത്തേഡ് ഡോട്ട് ഫൈൻഡ് ലാസ്റ്റ് array.prototype.findLast. The findLast method of array instances iterates the array in reverse order and returns the value of first element that satisfies the provided testing function. If no element satisfies the testing function, undefined is returned. ഇവിടെ എന്താ പറയണേ ഡോട്ട് ഫൈൻഡ് ലാസ്റ്റ് മെത്തേഡ് നെയിമിങ്ങിൽ തന്നെയുണ്ട് എന്താ ചെയ്യണേന്ന്. ലാസ്റ്റ് എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്യും. എസെൻഷ്യലി നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന കോൾ ബാക്ക് ഫംഗ്ഷനിലെ കണ്ടീഷൻ പാസ് ചെയ്യുന്ന എലമെൻറ്റ്സിലെ ലാസ്റ്റ് എലമെൻറ്റ്. ചിലപ്പോൾ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് കണ്ടീഷൻ പാസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതിൽ ലാസ്റ്റ് എലമെൻറ്റ് കണ്ടീഷൻ പാസ് ചെയ്യുന്ന ലാസ്റ്റ് എലമെൻറ്റ് അതിനെ റിട്ടേൺ ചെയ്യുന്നു. ഇതിനെ എങ്ങനെ ഓർത്ത് വയ്ക്കാം? നമ്മൾ കൊടുക്കുന്ന അറേനെ റിവേഴ്സ് ചെയ്തിട്ട് ഫസ്റ്റ് എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്യണം. എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അൺഡിഫൈൻഡ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് കോഡ് നോക്കാം. നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു അറേ ഡിഫൈൻ ചെയ്യാണ്. ദെൻ ലാസ്റ്റ് ഓവർ 40 എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്ത് നമ്പേഴ്സ് ഡോട്ട് ഫൈൻഡ് ലാസ്റ്റ് എഴുതാണ്. ദെൻ അതിനുള്ളിലോട്ട് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യാണ്. നം വേരിയബിൾ പാസ് ചെയ്യുന്നു. നം ഗ്രേറ്റർ ദാൻ 40. ഈ അറേയിൽ നിന്ന് 5, 12, 8, 130, 44, 7 ഈ അറേയിലെ ഗ്രേറ്റർ ദാൻ 40 ആയിട്ടുള്ള ലാസ്റ്റ് എലമെൻറ്റ് റിട്ടേൺ ചെയ്യണം. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 130 14-നേറ്റും ഗ്രേറ്റർ ആണ്. പക്ഷേ എനിക്ക് ലാസ്റ്റ് എലമെൻ്റ് ആണ് വേണ്ടത്, അതായത് 44. ലാസ്റ്റ് ഓവർ 40 വേരിയബിൾ ലോഗ് ചെയ്ത് നോക്കിയാൽ 44 റിട്ടേൺ ചെയ്തു എന്ന് കാണാം. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ലാസ്റ്റ് ഓഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. അതിലോട്ട് നമ്പേഴ്സ് ഡോട്ട് ഫൈൻഡ് ലാസ്റ്റ് അസൈൻ ചെയ്യാണ്. ഡോട്ട് ഫൈൻഡ് ലാസ്റ്റ് മെത്തേഡിലോട്ട് കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യുന്നു. നം മോഡുലസ് ഓഫ് 2 നോട്ട് ഈക്വൽ ടു 0, അതായത് എനിക്ക് ഓഡ് നമ്പറാണ് വേണ്ടത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ 5 ഓഡ് നമ്പറാണ്, 7 ഓഡ് നമ്പറാണ്. പക്ഷേ എനിക്ക് ലാസ്റ്റ് ഓഡ് നമ്പറാണ് വേണ്ടത്. സോ 7 ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഓഡ് വേരിയബിൾ ലോഗ് ചെയ്ത് നോക്കിയാൽ 7 വരുന്നത് കാണാം. അടുത്ത മെത്തേഡ് ഫൈൻഡ് ലാസ്റ്റ് ഇൻഡെക്സ് array.prototype.findLastIndex. The find last index method of array instances iterates the array in reverse order and returns index of the first element that satisfies the provided testing function.
If no elements satisfy the testing function, -1 is returned. Find last index method അറേയിലെ എല്ലാ എലമെൻസിലും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടീഷണൽസ് ചെക്ക് ചെയ്യുകയും ഇതിൽ പാസ് ചെയ്യുന്ന എലമെൻസിലെ ലാസ്റ്റ് എലമെൻറ്റ് അതിൻ്റെ ഇൻഡെക്സിനെ റിട്ടേൺ ചെയ്യുന്നു. പെട്ടെന്ന് ഓർത്തിരിക്കാൻ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ഫൈൻഡ് ലാസ്റ്റ് ഇൻഡെക്സ് അറേനെ റിവേഴ്സ് ചെയ്ത് കണ്ടീഷൻ പാസ്സാവുന്ന ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സിനെ റിട്ടേൺ ചെയ്യുകയും ചെയ്യുന്നു. ഇൻ കേസ് ഒറ്റ എലമെൻറ്റും കണ്ടീഷൻ പാസ്സാവണില്ല എന്ന് വെച്ചാൽ -1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. നമുക്കിനി കോഡ് നോക്കാം. സ്കോർസ് എന്ന് പറഞ്ഞ ഒരു അറേ ഡിഫൈൻ ചെയ്യാണ്. 70, 85, 90, 60, 95, 80 പാസ് ചെയ്ത് കൊടുക്കുകയാണ് അതിലോട്ട്. അതിനുശേഷം ലാസ്റ്റ് ഹൈ സ്കോർ ഇൻഡെക്സ്, നമുക്ക് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ ലാസ്റ്റ് ഹൈ സ്കോർ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് സ്കോർസ് ഡോട്ട് ഫൈൻഡ് ലാസ്റ്റ് ഇൻഡെക്സ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്കോർ എന്ന് പറഞ്ഞ വേരിയബിൾ പാസ് ചെയ്യുന്നുണ്ട്. സ്കോർ ഗ്രേറ്റർ ദാൻ 85. സ്കോർസ് അറേയിലെ 85-ന് മേലെയുള്ള സ്കോർ എനിക്ക് കണ്ടുപിടിക്കണം. സ്കോർസ് അറേ നോക്കുകയാണെങ്കിൽ 90, 95 ഈ രണ്ട് നമ്പറും 85-നായിട്ട് ഗ്രേറ്റർ ആണ്. ഇതിൽ 95 ആണ് ലാസ്റ്റ് നമ്പർ, അതിൻ്റെ ഇൻഡെക്സ് ആണ് എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. സോ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 4th ഇൻഡെക്സിലാണ് 95 ഇരിക്കുന്നത്. console.log ചെയ്ത് ബ്രൗസർ നോക്കുകയാണെങ്കിൽ 4 പ്രിൻ്റ് ചെയ്ത് വരുന്നത് കാണാം. പാർട്ട് 3 ഇവിടെ എൻ്റെ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.